ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മളുള്ളത് വയനാടാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തത് ഈ ടെൻറ്റിലാണ്. ഞാൻ കാണിക്കാട്ടോ അകത്ത്. നമ്മുടെ ജാക്സനും നവീനും ഇപ്പോഴും ഉറക്കത്തിലാണ്. ഒരു വലിയ ടെൻറ്റിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടുള്ളവർക്ക് സംശയം ഉണ്ടായിരിക്കും, നമ്മൾ കേവിൽ പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് കേവിൽ പോകാത്തതെന്ന് സംശയം ഉണ്ടായിരിക്കും. അത് ഞാൻ വഴിയെ പറയാം നിങ്ങളുടെ അടുത്ത്. കാരണം ഇന്നലെ രാത്രി നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഏകദേശം രാത്രി 11 മണിയായി. കേവ് ഇവിടുന്ന് ഏകദേശം 800 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ലേറ്റ് ഒന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരു ഭീകര സംഭവം ഉണ്ടായി. അത് ഞാൻ വഴിയെ പറയാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലവും ബാക്കി കാര്യങ്ങളും നിങ്ങളെ കാണിക്കാം. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും കേവിൽ പോവും, അതിലൊരു സംശയമില്ല. നിങ്ങളെ കേവ് കാണിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ആ വഴിക്ക് അതിൻ്റെ കഥ എന്താണെന്ന് പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ലൈറ്റ്സും ഇല്ല. ഒരു പരിധിക്ക് മുകളിൽ പോയത് കംപ്ലീറ്റ് കാണാ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഒന്നും കാണാല്ലേ. പിന്നെ ഈ ടോർച്ച് വെളിച്ചില്ല, ലൈറ്റ്സ്. അരുവിയുടെ അടുത്തേക്ക് പോയ അതേപോലത്തെ വഴിയാണ്. അതെ, സെയിം വഴിയാണ്. പോണ വഴിക്ക് എവിടെ നോക്കിയാലും ഇരുട്ട്, കംപ്ലീറ്റ് കൂടെ ഇരുട്ട്. ഈ ഫോണിന്റെ വിളിച്ച് എത്ര ദൂരം പോകും. ഇത് ഈ ഫോണിന്റെ ലൈറ്റ്സിന് ഒരു പ്രത്യേകത, ഇത് സ്പ്രെഡ് ആയിട്ടാ പോകുള്ളൂ, ഒരിക്കലും പോലല്ലോ. അപ്പൊ നമുക്ക് കാണാൻ ഒരു റേഡിയസ്, തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ള റേഡിയസ് വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് അപ്പുറത്തുള്ള സൈഡിൽ എന്താണെന്ന് അറിയില്ല. ഞാനാണെങ്കില് ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവണ്ട, നമ്മൾ നിന്നൂലോ, സൗണ്ട് കേട്ടപ്പോ നിന്നൂലോ. പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന എത്ര ദൂരത്തിൽ പോയിട്ടും ഈ കേവിന്റെ ലൈറ്റ്സും കാണാല്ല. എവിടെ എന്താ ഒരു മാർക്ക് കാണാല്ല. ശിവൻ പറഞ്ഞത് കേവ് പുറകിലേക്കായിട്ടാണ്, കേവിന്റെ പുറകിൽ കൂടെ നമ്മൾ കയറി ചെല്ലണം. അത് കാരണം ലൈറ്റ് കാണാനില്ല. അത് ശരി. പക്ഷെ രാത്രി 11 മണിയാണല്ലോ. കേവ് തലതിരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു സേഫ്റ്റി നോക്കണ്ടാ. അവിടെ പോയി പറയാം മാനോ എന്തായാലും ആയിക്കോട്ടോ. മാനാണെങ്കിലും നേരെ ഒന്ന് ഉപദ്രവിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ മാന് ഓടണത് നമ്മുടെ ഇതിലാണെങ്കിൽ രക്ഷയൊന്നുമില്ലല്ലോ, നമ്മുടെ ഒരു ലഗേജും ഉണ്ട്. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായത് ഒന്നെങ്കിൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡിൽ നിൽക്കുക, അല്ലെങ്കിൽ അതിന് പോവാൻ വഴിയില്ല. അത് വഴിയില്ലാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. അല്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ മൂമെന്റ്സിലാണ് ഞാൻ പേടിച്ചു പോയത് ആക്ച്വലി. ഇതാണ് നമ്മുടെ എല്ലാ ബ്ലൂംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ. ഇവിടെ ഒരു ക്യാരംസ് ഏരിയ ഒക്കെ ഉണ്ട്, പിള്ളേരോടെ കളിക്കുന്നുണ്ട്. റിസപ്ഷന്റെ ഭാഗം 4612 അടിയിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ജാക്സനൊക്കെ ഒന്ന് തട്ടുണ്ടാ. ഇതാണ് നമ്മുടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. പൂഞ്ഞാലുണ്ട് അവിടെ. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഈ കാണുന്നില്ലേ, ഈ പച്ച പിടിച്ച് കാണുന്ന ഇതെല്ലാം റൂംസ് ആണ് കേട്ടോ. ഇതെല്ലാം കോട്ടേജാണ്. പക്ഷെ ഈ കോട്ടേജൊക്കെ സ്റ്റാൻഡേർഡാണ്. നമ്മൾ കൂക്സിൽ കണ്ട കോട്ടേജിൻ്റെ പോലെയല്ല ഇത്. ഈ പ്രോപ്പർട്ടിയിൽ വരെ എല്ലാ ബ്ലൂംസ് എന്നാണ് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടുത്തെ കോട്ടേജൊക്കെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡാണ്. ഇവർ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ സ്റ്റേ ചെയ്തത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുണ്ടോ ടെൻ്റ് ഉണ്ട്. ഇത് കൂടാതെ താഴെ വേറെ ഒരു ടെൻ്റ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് താഴെയുള്ള ടെൻ്റ് ഏരിയ കണ്ടോ. നമ്മുടെ കേവിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെയാണ്. ഇതൊരു 800 മീറ്റർ എന്താ പറയുക, ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തൂടെ നമ്മൾ താഴേക്ക് പോകണം.
ഇന്നലെ നടക്കുമ്പോ 1 കിലോമീറ്റർ തോന്നിയത്. അപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞങ്ങൾ ഈ വഴി ഇന്നലെ രാത്രി 11 മണിക്കാണ് വരുന്നത്. അത് കണ്ടില്ലേ, ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ മുകളിൽ മാത്രമേ ഉള്ളൂ, ഇവിടേക്ക് ഭക്ഷണം എത്തിക്കില്ല, ലൈറ്റും ഇല്ല ഇവിടേക്ക്. ഈ വഴി പോകുന്ന വഴി ലൈറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേവിലേക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വഴിയാണ് വന്നത്, സെയിം വഴിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, രാത്രി 11 മണിക്ക് നമ്മൾ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ. ഇവരാരും വിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ തിരക്കായതുകൊണ്ട് ഈ സ്റ്റാഫിനും ആരും വിടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ വഴി നമ്മൾ ഒറ്റയ്ക്ക് രാത്രി 11 മണിക്ക് വെളിച്ചമില്ലാതെ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത്. വന്ന് ഓൾമോസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇത്രയും ദൂരമൊക്കെ നടന്നു വന്നു. നമ്മൾ ഒരുപാട് ദൂരം വന്നു, ഒരു 10 മിനിറ്റ് നമ്മൾ നടന്നു വന്നു. 800 മീറ്റർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളൊരു എങ്ങനെ പോയാലും ഒരു 600 മീറ്ററെങ്കിലും നമ്മൾ നടന്നു കാണും രാത്രി. ഈ വഴി ഇവിടെയൊക്കെ എത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ആ സ്ഥലത്തുമ്പോൾ ഏകദേശം നമ്മൾ വരുന്ന വഴി ഇതൊക്കെ കണ്ടു കേട്ടോ. ഇവർ ഒരു ഡയറക്ഷണൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ ശരി, നമ്മൾ കണ്ടു. അല്ലല്ല, ഇവിടെ അല്ല, അടുത്ത നമ്മൾ ഇനിയും പോയി. ഇത് ഭയങ്കര നേരത്തെയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 തിരിവ് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ പോയി. യെസ്, ഈ ലൊക്കേഷനാണ്, ഇതാണ് അല്ലേ? അതെ, ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു സംഭവം. ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടു, ഈ എല്ലകളൊക്കെ അനങ്ങുന്ന സൗണ്ട് കേട്ടു. ഇല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ട് കിട്ടും. ഈ അടിഭാഗത്ത് നിന്നാണ് കേട്ടത്. നമ്മൾ വിചാരിച്ച പോലെ മാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജീവിയായിരിക്കും. അപ്പൊ നമ്മൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷെ അത് പോയില്ല. ഈ ലൊക്കേഷനിലായിരിക്കും സാധനം നിന്നുണ്ടാവും. അതാണത് ഓടിപ്പോയത്. അപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ഈ സാധനം നമ്മുടെ അടുത്തേക്ക് വരുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത്. എന്താ സാധനം എന്നറിയില്ല. ഒന്നെങ്കിൽ മ്ലാവായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം, പുലിയാവാം, നമുക്ക് ഉറപ്പില്ല. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, രാത്രി 11 മണി സമയത്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ. അതായത് ഇവിടെ വേറെ ആരും ഇല്ല, സ്റ്റാഫ് കിടക്കണത് ഏകദേശം 800 മീറ്റർ അപ്പുറത്താണ്. മൊബൈലിന് റേഞ്ച് ഇല്ല, അതാണ് ഏറ്റവും വലിയ തമാശ. ഇവിടുന്ന് ഓടിയിട്ടാരും കേൾക്കൂല. അപ്പോൾ രാത്രി 11 മണി സമയത്ത് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വിട്ടു, ഒന്നും നോക്കിയില്ല. യെസ്, ഇതാണ് കേട്ടോ നമ്മുടെ കേവ്. നമ്മൾ ഇന്നലെ കാണാതെ പോയ നമ്മുടെ കേവ് ഇതാണ്. പുറത്തൊരു ടെൻ്റ് ഉണ്ട്, സംഭവം കൊള്ളാം. ഇതാണ് അതിൻ്റെ ലുക്ക്. ആഹാ, അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഗ്ലാസ്സാണ് ഫ്രണ്ട് ഡോർ വെച്ചേക്കണേ. ചുറ്റോറുള്ളത് നാച്ചുറൽ കേവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്, കേവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ ക്യാമ്പ് ഫയർ കൂട്ടാനുള്ള സെറ്റപ്പ് ഉണ്ട്. ജാക്സൺ ഓപ്പൺ ആക്കി. അവിടെ കിനിഞ്ഞുണ്ടല്ലേ വെള്ളം? അല്ല, പക്ഷെ അത് അകത്തേക്ക് വെള്ളം എടുക്കില്ലടാ, ഐ മീൻ തണുപ്പെടുക്കില്ലടാ, അകത്ത് ചൂടായിരിക്കും. അടിപൊളി അടിപൊളി സെറ്റപ്പ് ആട്ടോ, രക്ഷയില്ല. ഇന്നലെ നമ്മളിവിടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ വളരെ അടിപൊളി സെറ്റപ്പായിരുന്നു. ഇതെന്താണത്? ചൂടാക്കണം അക്ഷര. ഇതെന്തായാലും ഫാമിലി സെറ്റപ്പ് അല്ലടാ, ഇത് അങ്ങനല്ലല്ലോ. ബാത്റൂമുണ്ട് കേട്ടോ, ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി അമ്പോ
ഇവിടെ ബാത്റൂം നോക്കിയടാ മാൻ, മുകളിലെ നാച്ചുറൽ എയർ, നാച്ചുറൽ ലൈറ്റ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ കേവിന്റെ ബാക്കി ഭാഗം കേട്ടോ, പാർക്കെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ബാത്റൂം ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വലിയ സീനൊന്നുമില്ല. ഓ അടിപൊളി. അതെ, താമസിച്ചിരുന്നെങ്കിൽ റോക്കിംഗ് സാധനമായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി, അതാണ് സംഭവിച്ചത്. ഇതൊന്ന് ഈ കേവിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടോ, ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇവിടെ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പിന്നെ കേവ് ഇരിക്കുന്ന സ്ഥലം കുറച്ച് പൊന്തിയാണല്ലേ, അതുകൊണ്ട് അതുകൊണ്ട് മൃഗങ്ങളൊന്നും വരാൻ അധികം സാധ്യതയൊന്നും ഇല്ല. വേണ്ട, കുറച്ച് നോർമൽ നമ്മുടെ ഇതിന്ന് കുറച്ച് പൊന്തിയാണ് കേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ വെള്ളം ചീറ്റുന്ന സൗണ്ട് ഉണ്ട്, അതാണ് അവൻ പറഞ്ഞത്. ഒരാള് ആ സൗണ്ട് കൂടി കേട്ടെങ്കിൽ നമ്മൾ പേടിച്ചോടിയാണ് ശരിക്കും. ആ ഫ്ലോ ഇല്ല, വെള്ളം വന്ന് നിൽക്കുക. അത് കാണിക്കാട്ടാ കേസ്. ഇവിടെ ഒരു വെള്ളം ചാടുന്ന സ്ഥലം കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ മലയിൽ നിന്ന് ഒളിച്ചു വരുന്ന വെള്ളം ഇവർ കളക്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് വഴി ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഒരു ഫ്ലോ, കറക്റ്റ് ഫ്ലോ അല്ലണ്ട, എപ്പോഴും വന്നും പോയി. അപ്പോൾ ഇതൊരു സൗണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഫുൾ ടൈം വന്നുകൊണ്ടേയിരിക്കുമല്ലോ, രാത്രി വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഫുൾ ടൈം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ രാത്രി അവിടെ നിന്ന് നടന്നു വരുന്ന ഒരാളാണെങ്കിൽ ഈ സൗണ്ട് കേട്ടാൽ ഒന്ന് പേടിക്കാവുന്നേ ഉള്ളൂ, ആദ്യമായിട്ട് വരികയാണെങ്കിൽ. അതായത് നമ്മളെ കൂടെ ആരും ഇല്ല ഇത് പറഞ്ഞു തരാനൊന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ഇത് വേറെ എന്തെങ്കിലും ജീവിയുടെ ഒച്ചപ്പാടാന്നൊക്കെ വിചാരിക്കും, സാധ്യതയുണ്ട്. എന്തായാലും ഓവറോൾ സ്ഥലം കൊള്ളാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരണം. അതായത് വെളിച്ചം മാറുന്നതിന് മുമ്പ് ഇവിടെ എത്തണം ആദ്യം അറ്റ്ലീസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായാലും ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കൈ പിടിച്ച് വരണം. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന കാര്യം ഇത്തിരി റിസ്ക്കാണ്. ഗൈസ്, നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ, ഇത് ഈ സംഭവം ഉണ്ടല്ലോ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കണ്ടോ. ഇപ്പോൾ അതിൻ്റെ താഴെയാണെങ്കിൽ ഉദ്ദേശത്തിനുണ്ട് ആണോ, ഇത്രയും ഗ്യാപ്പുണ്ട്. വാതിലടച്ചാൽ തന്നെ ആണോ ഇത്രയും ഗ്യാപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ. ഒരു പാമ്പൊക്കെ കഴിഞ്ഞാൽ ഇത് മതി. ഒരു ഫ്ലോറിങ് ചെയ്തിട്ടില്ല കണ്ടോ, ഫ്ലോറിങ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ചിലപ്പോൾ വുഡൺ ആക്കാനുള്ള പ്ലാൻ ഉണ്ടാവും. അപ്പോൾ വുഡൺ ആക്കുമ്പോൾ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാതിലൊക്കെ ഇത്ര ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ആക്ച്വലി സീസൺ കഴിയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആവില്ല വർക്ക് എന്നുള്ളത് കൊണ്ട് അവർ ഓപ്പൺ ആക്കി കൊടുത്താണ് ടെമ്പററിലി. അതാണ് സംഭവം. ഇത് വർക്ക് കംപ്ലീറ്റ് ആയാൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതിൻ്റെ അവിടെ ഉണ്ടോ കുറേ കല്ലൊക്കെ എടുക്കുന്നുണ്ട്, ഐ മീൻ കുറേ സ്റ്റോൺ ഉണ്ട്, ടൈൽസ്. ഇതൊക്കെ വെച്ച് ഇവിടെ പെർമനൻ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയത് സംഭവം കിടുവും. പിന്നെ ഒരു കെയർ ടേക്കറും വെക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് അടിപൊളി സ്ഥലമാണ്. ഒരു കെയർ ടേക്കർ വേണം, ഫുഡ് ഇവിടെ എത്തിക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു കെയർ ടേക്കർ നമ്മുടെ കൂടെ വിടുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി, കേവിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ, ഒരു കണ്ണാടിപ്പാലുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഫേമസ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ നേരെ നമ്മൾ റിട്ടേൺ ആണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കുന്നത്, അതായത് നമ്മൾ ഉണ്ടായിരുന്നത് ഇന്നലെ ഇവിടെ എത്തിയ സ്ഥലം ഇവിടെയാണ്. ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് മൂവ്മെൻറ്റ് കേട്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരുന്നു എന്തോ ഒരു സാധനം നിൽപ്പുണ്ടായിരുന്നു. അതിന് മിക്കവാറും മ്ലാവായിരിക്കാനാണ് സാധ്യതയാണ് അവർ പറയുന്നത്. കാരണം ഇവിടെ മ്ലാവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ മാനിനേക്കാളും കുറച്ചും കൂടി സൈസൊക്കെ ഉള്ളൊരു ജീവി. അത് ഇവിടെ നിന്നുണ്ടാവണം. ഇത് ഇത്തിരി നിരപ്പായൊരു സ്ഥലമാണ് ഈ കമ്പാരിറ്റീവ്ലി. ഇവിടെ ഉണ്ടോ, ഇവിടെ സ്റ്റീപ്പാണ്, നന്നായി സ്റ്റീപ്പാണ്. ഇവിടെ ഇത്തിരി നിരപ്പായ സ്ഥലമാണ്. ഇവിടെ കുറച്ചൊരു ചെറിയൊരു ലൊക്കേഷൻ മാത്രം നിരപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും ആ സാധനം. അപ്പോൾ ഇതിൻ്റെ ഫുട്ട് സ്റ്റെപ്സാണ് നമ്മൾ അങ്ങോട്ട് കേട്ടത്. അപ്പോൾ നമ്മൾ വരണുണ്ട്, അതിന് ഇവിടുന്ന് മൂവ് ചെയ്യാൻ സ്ഥലമില്ല കണ്ടോ. ഇതിനൊന്നെങ്കിൽ അടിയിലേക്ക് സ്റ്റീപ്പായ സ്ഥലത്തേക്ക് പോകണം, അതെന്തായാലും അത് മൂവ് ചെയ്യില്ല. അപ്പോൾ അത്
എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇവിടെ വട്ടം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു തോന്നുന്നു. പിന്നെ അത് അങ്ങോട്ട് പോകാനുള്ള ശ്രമം അങ്ങോട്ട് നടത്തി നമ്മൾ കുറച്ച് പേര് കൊണ്ട് നിന്നപ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നണത് ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത്. അതാണ് സംഭവിച്ച് കാണാൻ വഴിയുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും പകല് വരുന്നതാണ് ഇവിടെ നല്ലത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു വെള്ളം ചാടുന്ന, നാച്ചുറലി വെള്ളം ചാടുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ ആ സ്ഥലം അവിടെ നിന്നുള്ള സൗണ്ട് നമ്മൾ കേട്ടാലും ആദ്യമായിട്ട് രാത്രി വരുന്ന ഒരാൾ പേടിക്കാൻ ഇത് മതി. അപ്പോൾ കുറച്ച് രാവിലെ വരണം, അതായത് സൺസെറ്റിന് മുമ്പ് ഇവിടെ എത്തണ രീതിയിലെങ്കിലും വരണം. പറ്റുമെങ്കിൽ ഫുഡായിട്ട് വരണം. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ നമ്മളിത് തിരിച്ചു കയറണം. ഇതൊരു 10 മിനിറ്റ്, 10 ഒരു 15 മിനിറ്റ് ഇറങ്ങാനെടുത്തു. അപ്പോൾ കയറാനും ഏകദേശം 10-20 മിനിറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഇത്തിരി നല്ല സ്റ്റീപ്പാണ്. നമ്മൾ മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പറയുമ്പോഴേക്കും അത്യാവശ്യം നമുക്കൊരു ട്രക്കിംഗ് ആവും. അതായത് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തിട്ട് വേണം ഇത്രയും ദൂരം പോയി തിരിച്ചു വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ 3 സ്ഥലത്ത് ഓൾറെഡി ടെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേഷ്യസ് ആണ് കുറച്ചും കൂടി ഈ എലാ ബ്ലൂംസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. കുറച്ചും കൂടെ എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് മറ്റേ കൂക്സിനെ അപേക്ഷിച്ച്. എന്നാൽ കൂക്സിന് ഒരു വൈൽഡ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതൊരു പക്ക നാച്ചുറൽ ഫീലിംഗ് ആണ്. അതും രണ്ട് തരത്തിലായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നൊരു പ്രൊമോഷണൽ ഞാൻ വീഡിയോ ആയിട്ടൊന്നല്ല ഞാൻ ചെയ്യണേ. ജസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ ഒരു വീഡിയോ ലോഗ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ തരാം, അല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ച കാണാം. സമയപരിധി കാരണം ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജും അവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വയനാട് ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സെബിൻ സൈനിങ് ഓഫ്.